അപ്പൊ ശിവകാർത്തികൻ AR മുരുദാസ് കോംബോ വില്ലനായിട്ട് വിദ്യുത് ജമാൽ, പടം മദ്രാസി. മൂവി റിവ്യൂമായിട്ട് ട്വിൻസ് വ്ലോഗ് ബൈ അബി കൃഷ്ണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മദ്രാസി എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ആണെന്നാണ് ഡയറക്ടർ തന്നെ പടത്തിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തേക്കണം. മ്യൂസിക് അനിരുദ്ധ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ പടത്തിലേക്ക് വന്നാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ഹൈ മൂവ്മെന്റും ഇല്ലാണ്ട് വളരെ ഫ്ലാറ്റ് ആയിട്ട് പോണൊരു പടം. എന്തിനോ ഇങ്ങനെ കണ്ടിരിക്കണ പോലെ കണ്ടിരിക്കാന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പോസിറ്റീവ്സ് ഉണ്ട്, ഒരു 2-3 പോസിറ്റീവ്സേ ഉള്ളൂ. അതിൽ പ്രധാന പോസിറ്റീവ് വിദ്യുത് ജമാൽ, പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളിയുടെ ആക്ഷൻ സീക്വൻസ് ഹെവി, ഒന്നും പറയാനില്ല. രണ്ടാമത്തെ ശിവകാർത്തികൻ, പുള്ളിയും പെർഫോമൻസ് വൈസ് പൊളിച്ചിട്ടുണ്ട്, അങ്ങനെ മോശപ്പെടുത്തുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. മൂന്നാമത്തെ പോസിറ്റീവ് പറയാനുള്ളത് സിനിമോട്ടോഗ്രഫി, അത്യാവശ്യം തരക്കേടില്ലാത്ത തരത്തിലാണ് ഷോർട്സ് ഒക്കെ എടുത്തേക്കണത്. അപ്പൊ ഈ 3 കാര്യം മാത്രമേ പടത്തിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി മ്യൂസിക് അനിരുദ്ധ് ചെയ്തൊരു മ്യൂസിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ ഇല്ല. ഒരു ഹൈ മൊമെന്റും ഇല്ലാണ്ട് വളരെ ഫ്ലാറ്റ് ആയിട്ട് ഒരു ഫീലും ഇല്ലാത്ത മ്യൂസിക്, BGM വെറുതെ എന്തോ BGM അവിടെ നടക്കണ്, സീക്വൻസ് ഇവിടെ നടക്കണം എന്നുള്ള രീതിയിലാണ് പടം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നോർമൽ ഒരു കഥ, നമ്മ കണ്ടുകൊടുത്ത കഥ, അത് സബ്ജക്റ്റ് മാറ്റിയിട്ട് വേറെ സബ്ജക്റ്റ് ആക്കി എടുത്തേക്കണ്. തമിഴ്നാട് ബേസ്, തമിഴ്നാടിനെ പൊക്കി പറഞ്ഞ കുറെ സീൻസ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ബിജു മേനോൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ ക്യാരക്ടറും അങ്ങനെ ഭയങ്കര എലിവേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊന്നുമില്ല. ത്രൂ ഔട്ട് ഉണ്ട്, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഉണ്ട്. പിന്നെ വെറുപ്പിക്കലായിട്ട് തോന്നിയത് എനിക്ക് ആക്ട്രസ് വെറുപ്പിക്കലായിട്ട് തോന്നി. കാരണം കുറെ റൊമാൻറ്റിക് സീൻസ്, ഓക്കെ കഥ അതിനായിട്ട് ടൈ ചെയ്താൽ പോകണമെങ്കിലും കുറെ സീൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കൽ എന്നാ ഭയങ്കര ക്രഞ്ചടിച്ച് ശോകം സീൻസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. ഒരു ഫീലും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്നുള്ളൊരു പടം. ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇടലാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പൊളിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 10-12 മിനിറ്റ് നീളമുള്ള ഫൈറ്റ് സീക്വൻസ്, പക്ഷെ അത് തീരണില്ല, എന്ത് ചെയ്തിട്ടും തീരണില്ല. ഇങ്ങനെ കണ്ട് അടുത്തെന്താന്നുള്ള മോഡില് കണ്ടിരിക്കാന്നല്ലാണ്ട് പടം ഇങ്ങോട്ട് മൂവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ തുടക്കം തൊട്ട് തന്നെ മനസ്സിലാവും, ഓക്കെ കഥ ഇങ്ങാടാ പോണത്, ഇതിന് ബേസ് ചെയ്തിട്ടാ കഥ, അല്ലെങ്കിൽ നായകൻ ഇതിലേക്ക് എത്തും, നായകൻ ഇങ്ങനെ ഇതിലേക്ക് കൺവേർട്ട് ആകും. ഇതൊക്കെ ഫസ്റ്റ് സീനിൽ തന്നെ മനസ്സിലാക്കാന്നുള്ളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി. AR മുരുദാസിന്റെ പൊട്ടൻഷ്യൽ ഒക്കെ വെച്ചിട്ട് വളരെ ശോകമായിട്ടുള്ളൊരു പടമായിട്ട് എനിക്ക് തോന്നി. ഈവൻ പുള്ളിയുടെ ലാസ്റ്റ് പടം ആണെന്നുണ്ടെങ്കിലും ഈ പടമാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പുള്ളിയുടെ കഴിവ് വെച്ചിട്ട് ഒന്നും ചെയ്തതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ബിലോ ആവറേജ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ കാണണം, താല്പര്യമുള്ളവർ പോയി കാണാം. വളരെ ഒരു നോർമൽ പടം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കേൾക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനലിലുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക.